കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനങ്ങനെ വീട്ടിൽ വന്നു. ഇവിടെ ഇരിക്കുകയാണ്. ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ് വീഡിയോ ഇടുന്നത്. കൂട്ടുകാർ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ. ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാരും അറിഞ്ഞു കാണുമല്ലോ. നമ്മുടെ നാട്ടിലെല്ലായിടത്തും വലിയ വലിയ പ്രകൃതി ദുരന്തങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കൺവെട്ടത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം മിന്നി മറയുകയാണ്. ഇപ്രാവശ്യം എത്ര ആളുകളാണങ്ങ് മരിച്ചതെന്നറിയാമോ? ഈ കർക്കിടക മാസത്തിൽ ഒരുപാട് പേര്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും എല്ലാം നിമിഷ നേരം കൊണ്ട് നമ്മുടെ അടുത്ത് നിന്നും പോവുകയാണ്. ഇതൊരു വലിയ ദുഃഖകരമായ ഒരു കാര്യമാണ്. എന്നും വെള്ളപ്പൊക്കവും അല്ലെങ്കിൽ വല്ല തീപിടുത്തമോ അല്ലെങ്കിൽ വേറെ വല്ല പകർച്ചവ്യാധി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ ഇങ്ങനെല്ലാം കൊണ്ട് നമ്മുടെ നാട് ആകെ വലയുകയാണ്. ഇങ്ങനത്തെ പോക്ക് പോയാൽ എന്താകുമെന്ന് എനിക്കറിയത്തില്ല. എല്ലാ ടെക്നോളജിയും എല്ലാം വികസിച്ചിരിക്കുന്ന ഈ കാലത്ത് ഇതിനെ ഒന്നും തടയാനൊന്നും പറ്റത്തില്ല. എന്തൊരു കഷ്ടമാണ് ഈ മരിച്ചവരുടെ കാര്യം. നമ്മുടെ തൊട്ടടുത്തുള്ള ആളുകളൊന്നും ഇല്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ കൂട്ടുകാരും കരുതിയിരിക്കണം. എപ്പോഴും സംഭവിക്കാം. നമ്മൾ പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റൂ. മനുഷ്യർ ഇങ്ങനെ ഭൂമുഖത്ത് ജീവിക്കുന്നു. എന്ത് സംഭവിക്കും ഇനി അത് മാത്രം ആർക്കും ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ജീവിതത്തിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് മാത്രം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്തായാലും വളരെ ദുഃഖകരമായ സംഭവങ്ങളാണ് കൂട്ടുകാരെ. എല്ലാവരും ദുഃഖത്തിലാണെന്നറിയാം. ഇത് കാണുമ്പോൾ നമ്മുടെ നെഞ്ചിനാണ് ഇതിൻ്റെ വേദന മൊത്തവും. എല്ലാവരും പ്രാർത്ഥിക്കുക, അതേ പറ്റത്തുള്ളൂ. നമുക്ക് എല്ലാവർക്കും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കാം ഇനിയുള്ള കാലം. എല്ലാവരും അതുകൊണ്ട് നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ കൂട്ടുകാരെയും എല്ലാം വിദ്വേഷങ്ങളെല്ലാം കളഞ്ഞ് വളരെയധികം സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്ത് മുന്നോട്ട് പോകാനും നോക്കണം കൂട്ടുകാരെ. അഥവാ നമ്മുടെ ഭാഗത്തു നിന്ന് വല്ല പാകപ്പിഴകളും വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറന്ന് നമ്മൾ അവരെ മുറുകെ പിടിക്കണം. കാരണം എന്താണ് എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളും ഇങ്ങനെ ജീവിക്കുന്നു, ഇന്ന് ഇവിടെ ഇരിക്കുന്നു. നാളെ നേരം വെളുക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കും പറയാൻ പറ്റത്തില്ല. കാരണം മഴ അത്രയ്ക്കാണ് പെയ്യുന്നത്. ഏത് ഭാഗത്ത് എങ്ങനെ നടക്കുമ്പോൾ ചിലയിടത്തൊക്കെ അങ്ങ് താരുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും എന്തായിരിക്കും ഇനിയുള്ള കാലം, ഇനിയുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഇനി എന്തായിരിക്കും നാളെ എന്നുള്ള ചിന്തയായിരിക്കും എല്ലാ ആളുകളുടെയും മനസ്സിനെ ഇത് അലട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ മഴ ഇങ്ങനെ തോരാതെ നിൽക്കുന്നത്. പണ്ടൊക്കെ പറയാറുണ്ടായിരുന്നു, ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചാൽ ഇവിടങ്ങ് മഴയൊന്നും കാണത്തില്ല, എല്ലായിടത്തും വരൾച്ചയാകും എന്നൊക്കെയാണ് പണ്ട് തൊട്ടേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ അതിൻ്റെ നേരെ വിപരീതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലാണെങ്കിൽ എല്ലാവരും എത്ര കാശില്ലാത്തവരായാലും വലിയ വലിയ സൗധങ്ങളും വലിയ വലിയ ഫ്ലാറ്റുകൾ, 7-8 നിലയുള്ള ഫ്ലാറ്റുകൾ എല്ലാം പണിത് ഇട്ടങ്ങ് പണം ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ എല്ലാ ആളുകളും ഒരു കാര്യം ഒരു നിമിഷം ചിന്തിക്കണം. ഞാനിതെല്ലാം ഉണ്ടാക്കുന്നു, ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും? ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. എല്ലാവർക്കും അങ്ങ് പണത്തിനോടുള്ള ആർത്തിയാണ്. നമുക്ക് ജീവിക്കാൻ പണമുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മൾ ഇതെല്ലാം ഇങ്ങനെ സ്വരുക്കൂട്ടി ഇത്രയും വലിയ സൗധങ്ങളെല്ലാം പണിതിട്ടിട്ട് എന്തിനാണ്? ആകെ ഓരോ വീടുകളിലൊക്കെ ഇപ്പം അംഗസംഖ്യ എല്ലാ വീടുകളിലും കുറവാണ്, 1-2 പേര്. അപ്പോൾ എല്ലായിടത്തും ഒറ്റ കൊച്ചുങ്ങളും ഒക്കെ ഉള്ളു. അതാണെങ്കിൽ ഉള്ളത് ഒരു ആൺകൊച്ചായാലും ഒരു പെൺകൊച്ചായാലും അവരെന്നും ഇവിടെ താമസിക്കുന്നതിനൊന്നും അവർ റെഡിയല്ല. അവർക്ക് ഇവിടുന്ന് വേറെ ഏതെങ്കിലും സ്ഥലത്തങ്ങ് പോകണമെന്നാണ് ആഗ്രഹം. പുറത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ പോയി പഠിച്ച് അവിടെ ജോലിയൊക്കെ ചെയ്ത് ഫാമിലിയായിട്ട് അവിടെ അങ്ങ് സെറ്റിലാവാനാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. ഇവിടുത്തെ പേരൻസ് മാത്രം ഇവിടെ നമ്മുടെ നാട്ടിലങ്ങ് പെടുകയാണ്. അവർക്ക് ഒരു വയസ്സുകാലത്ത് അവരെ നോക്കാനും അവരെ സംരക്ഷിക്കാനും ഒന്നുമില്ലാത്ത ഒരവസ്ഥ. നമ്മൾ ഇവിടെ എല്ലാം വയസ്സായ ആളുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണക്കുകളെടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം ഇതെന്താകും ഈ അവസ്ഥയെന്ന്. ഇവിടെ ജീവിക്കാനും പറ്റാത്ത ഒരു സ്ഥിതിയാണ്. പിന്നെ എല്ലായിടത്തും നമ്മുടെ നാട്ടിൽ ക്ലീനിങ്ങിന് വേണ്ടുന്ന ഒന്നും ചെയ്യുന്നില്ല. വേറെയുള്ള രാജ്യങ്ങളിൽ ചെന്നാൽ ഇതെല്ലാം സ്ട്രിക്റ്റാണ്. ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ അത് ചെയ്യത്തില്ല, അതിന് തക്കതായ പണിഷ്മെൻറ്റും കിട്ടും. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ അവരവർക്ക് തോന്നുന്നതാണ്. അവരവർ
എന്ത് പറയുന്നു ചെയ്യുന്നു അതങ്ങ് നടക്കുന്നു. ആളുകളെല്ലാവരും അതിനൊത്തങ്ങ് പോകുന്നു. ഇങ്ങനെ ആയാൽ ഇതെന്താകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല കൂട്ടുകാരെ. ആരും സേഫല്ല, എല്ലാവർക്കും പ്രശ്നങ്ങളാണ്. ഈ പരിസ്ഥിതി മൊത്തം മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഈ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. പിന്നെ കുന്നിടിച്ചിലും അതെല്ലാം പ്രകൃതിയുടെ വികൃതി തന്നെയാണെന്ന് പറയാം കൂട്ടുകാരെ. നമ്മൾ കുറേയെല്ലാം മനുഷ്യർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ എല്ലായിടത്തും നീറ്റായിട്ട് അവിടെ ഇവിടെ എല്ലാം കൊണ്ടുവന്ന് ചാക്കിനകത്ത് കെട്ടി വേസ്റ്റുകളൊന്നും ഇടാതെ അതെല്ലാം സംസ്കരിച്ച് കളയുന്നതിന് വേണ്ടുന്ന നടപടികൾ അതിൻ്റെ അധികാരികളെല്ലാം ചെയ്യണം. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളും ചെയ്യണം. അങ്ങനെയെല്ലാം കുറേയെല്ലാം നമുക്ക് പല അസുഖങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നേടാനായിട്ട് കഴിയും. ഇപ്പോൾ എല്ലായിടത്തും ഡെങ്കിയും പലതരത്തിലുള്ള പനിയും എല്ലാം ആണ് ഇപ്പോൾ ഈ നാട്ടിലെല്ലാം. ഏതെങ്കിലും ഒരു പനി വന്നാൽ അത് മാറാൻ ഭയങ്കര പാടാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നവർക്കൊക്കെ തന്നെ ചിലർക്ക് പനിയൊക്കെയാണ്. അവർ പല പ്രാവശ്യം മരുന്ന് വാങ്ങിച്ച് എന്നിട്ടും കുറയുന്നില്ല. കാരണം അത്രയ്ക്കാണ് അതിൻ്റെ വൈറസ് അതിൻ്റെ അങ്ങ് പിടിമുറുക്കിക്കളയും. പിന്നെ അതിനകത്തുനിന്ന് ഊരി വരാൻ ഇത്തിരി പാടാണ്. അത്രയ്ക്കാണ് അതിൻ്റെ പവർ. അപ്പോൾ ഈ രോഗാണുക്കളെല്ലാം ഉണ്ടാക്കി വിടുന്നത് ആര് തന്നെ? നമ്മൾ തന്നെ. ഈ വേസ്റ്റുകളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇവിടെയെല്ലാം ഇടുമ്പോൾ അതെല്ലാം അവിടെ കിടന്ന് അഴുകി അവിടെ ഇവിടെയെല്ലാം കിടന്ന് കൊതുക് അതും ഇതും എല്ലാം ആയി ഒരാൾക്ക് ഒരു പനി വന്നാൽ ലോകം മൊത്തവും പനിയാവുന്ന ഒരു അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാൻ പോലും പറ്റത്തില്ല. ഇത്രയും ആളുകൾ ഇതെല്ലാം സഫർ ചെയ്യുന്നു കൂട്ടുകാരെ. നമ്മളെല്ലാവരും കരുതിയിരിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക. ഇനിയിപ്പോൾ അത് മാത്രമേ പറ്റത്തുള്ളൂ. എല്ലാ കൂട്ടുകാരും ഒത്തൊരുമിച്ചും സ്നേഹിച്ചും സന്തോഷമായിട്ടും ഉള്ള സമയം. കാരണം ഇന്ന് നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നമ്മൾ ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഉള്ള നമ്മൾ എല്ലാവരും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുക. മരിച്ചവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കാണ് ഈ അവസ്ഥയെങ്കിൽ നമ്മളെങ്ങനെ സഹിക്കും എന്നുള്ള ചിന്തയോടുകൂടി എല്ലാവരും കരുതിയിരിക്കണം. ഇനിയും മഴയാണെന്ന്, ഇനിയും ഉള്ള വരും ദിവസങ്ങളിലും പെരുമഴയാണ്. പെരുമഴ ഇത് തന്നെയാണ്. ഒന്നും പറയണ്ട. എല്ലായിടത്തും വെള്ളക്കെട്ടും എല്ലാം ആണ്. ഉള്ളിനകത്തൊരു നെഞ്ചെടുപ്പ് ഉണ്ട്. ഇനി വെള്ളപ്പൊക്കം ആവുമോ എന്താകുമോ എന്നുള്ള. കാരണം ഈ രാത്രിയിലെല്ലാം ഈ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഇനി എന്താകും. രാവിലെ കതക് തുറന്ന് നോക്കുമ്പോഴായിരിക്കും ഒരു ചെറിയൊരു ആശ്വാസം. അങ്ങനെയാണ് ഇപ്പോൾ മിക്ക വീടുകളിലും. ഇനി എത്ര വലിയ വീടുകളായാലും ചെറുതായാലും വെള്ളം കയറി വന്നാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ കൂട്ടുകാരെ. പണ്ടൊക്കെ നമ്മൾ പുറം നാട്ടിൽ നിന്നൊക്കെയുള്ള ഈ മഹാരാഷ്ട്രയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെയുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ പണ്ട് നമ്മുടെ കൊച്ചുനാളിലൊക്കെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കമാണെന്നൊക്കെ പറഞ്ഞ് ഓരോ വിഷയ്ക്കായിട്ടുമൊക്കെ വരുന്ന സമയമുണ്ടായിരുന്നു. അന്നേരം നമ്മൾ വിചാരിക്കും, ഇവരൊക്കെ കള്ളന്മാരാ, അവരൊക്കെ ഇങ്ങനെയാ എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് അനുഭവം വന്നപ്പോഴാണ് ഈ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് എത്ര ഭയാനകമാണെന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലായത്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാകും. ഇനി ആരെങ്കിലും അങ്ങനെ ഏതെങ്കിലും നാട്ടിൽ നിന്നൊക്കെ വല്ല പ്രകൃതിക്ഷോഭവും ആണെന്ന് പറഞ്ഞ് വരുമ്പം അതിൻ്റെ ഗുരുതരാവസ്ഥ എത്രയാണെന്ന് നമുക്കിപ്പം മനസ്സിലായി കൂട്ടുകാരെ. എല്ലാവരും സന്തോഷത്തോടെ സ്നേഹത്തോടെ ഇരിക്കുക. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം കൂട്ടുകാരെ. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ.